ഓൾ എങ്ങനെ ചാരിറ്റി ചെയ്യാം, ചാരിറ്റിയിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്നിവിടെ ഞാൻ പറയുന്നത്. ഏറ്റവും മനോഹരമായ മെത്തേഡാണ് നാം ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി പ്രയത്നിച്ചു കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾ നാം ആഘോഷിച്ചു കൊണ്ട് തന്നെ എങ്ങനെയാണ് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ കഴിയുന്നത്, എങ്ങനെയാണ് ചാരിറ്റിയിൽ നിന്ന് ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നത്, എങ്ങനെയാണ് ചാരിറ്റി നമ്മെ വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനായി 7 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തേത്, ചാരിറ്റി ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇതുവഴി മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ നമുക്ക് സാധിക്കുന്നു. ചാരിറ്റിയിൽ നിങ്ങൾ സജീവമാകുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാം നിങ്ങളുടെ വഴിയിലേക്ക് പതിയെ പതിയെ വരാൻ തുടങ്ങും. 2, നല്ല മാതൃക കാണിക്കാൻ സാധിക്കുന്നു. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിരന്തരമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ മഹത്തായൊരു പാരമ്പര്യത്തിന് തുടക്കമിടുകയാണ്. അത്തരമൊരു സ്ഥാപനത്തിൽ നിങ്ങളുടെ ജീവനക്കാർക്ക് അഭിമാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കും. ഇത്രയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയമെന്നവർ അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറയും. നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടി ഇതിലൂടെ ലഭിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ പുതുതലമുറയ്ക്ക് നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു. മൂന്നാമത്തേത്, നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടന്നവരുടെ ബന്ധങ്ങൾ ഓരോ ദിവസവും മെച്ചപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ചാരിറ്റി ചെയ്യുമ്പോൾ ലക്ഷ്യവുമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന ഒരുപാട് ആളുകളുമായി കണക്റ്റഡ് ആകുന്നു. നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള ഒരു കൂട്ടം ആളുകളെ ലഭിക്കുന്നു. നിങ്ങൾ പോലും അറിയാതെ ലോകം നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്നു. നല്ലൊരു മനുഷ്യ സ്നേഹിയായി നിങ്ങൾ മാറുന്നു. ഇത് എല്ലാ ബന്ധത്തിലും പ്രതിഫലിക്കുന്നു. ജോലിയിലും ബിസിനസ്സിലും ഉയർച്ചയുണ്ടാകുന്നു. ഒപ്പം നിങ്ങളുടെ ചാരിറ്റി ഗോൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന രീതിയിൽ നല്ല വരുമാനം നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. കുറേ സമ്പത്ത് നേടിയാൽ സന്തോഷം ലഭിക്കുമോ? ഒരിക്കലുമില്ല. നാം ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്നൊരു വിഹിതം അർഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷമാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ആത്മാവിൽ യഥാർത്ഥ സന്തോഷം നിറയുന്നു. ഇത് നിങ്ങളുടെ വൈകാരിക ആരോഗ്യം തന്നെ മെച്ചപ്പെടുത്തുന്നു. വിഷാദവും മാനസിക സമ്മർദ്ദവുമൊക്കെ എന്നേക്കുമായി നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. 5, ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതോടുകൂടി അതുവരെ വളരെ സാധാരണ രീതിയിൽ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അർത്ഥങ്ങൾ കൈവരുന്നു. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള അവസരം കൂടിയാണിത് ഒരുക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യ സ്നേഹിയെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള പല തെറ്റുകൾക്കുള്ള പരിഹാരം കൂടിയാണ് ഈ നന്മ നിറഞ്ഞ പ്രവൃത്തി. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് ചാരിറ്റി എന്ന് മനസ്സിലാക്കുക. 6, ഒരു ജീവിത സഫലീകരണം കൂടിയാണ് ചാരിറ്റി. സമ്പത്ത് നേടിയതുകൊണ്ട് മാത്രമല്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. എന്നാൽ ചാരിറ്റി ഗോളുകൾ നിങ്ങൾ നേടിയെടുക്കുന്ന സമയത്ത് ജീവിതത്തിന് പൂർണ്ണത കൈവരുന്നു. നിങ്ങളുടെ സംതൃപ്തി ലഭിക്കുന്നു. നിങ്ങൾക്ക് സ്വയം ഒരു സംതൃപ്തി ലഭിക്കുന്നു. നിങ്ങളുടെ വാക്കോ സമ്പത്തോ പ്രവൃത്തിയോ നിർദ്ദേശമോ പലരുടെ ജീവിതത്തെ മാറ്റിമറിക്കാം. അതിലും വലിയ ജീവിത സാഫല്യം നമുക്ക് എന്താണ് വേണ്ടത്? 7, ചാരിറ്റി വഴി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം നാം കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നു എന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കൂടുതലായി സംഭാവന ചെയ്യാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വന്നു നിറയുന്നു. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ചാരിറ്റി ചെയ്യാമെന്ന് നോക്കാം. പല രീതികളിൽ നമുക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാം. മനസ്സ് പറയുന്ന രീതിയിൽ, ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാമെങ്കിലും നിങ്ങൾക്ക് ആശയങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാത്രം ചില രീതികൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ സമയം മികച്ച രീതികൾ ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കാം. നിങ്ങളുടെ നാട്ടിൽ ധാരാളം ചാരിറ്റി സംഘടനകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം സംഘടനകളുമായി ചേർന്നോ സ്വന്തമായോ നിലയിലോ തന്നെ പ്രവർത്തിക്കാം. അർഹിക്കുന്നവർക്ക് മരുന്നുകളും അവശ്യ സാധനങ്ങളും എത്തിച്ചു കൊടുക്കാം. കൂടാതെ അവയവദാനത്തെക്കുറിച്ച് പ്രചാരണം കൊടുക്കുകയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകൾക്ക് അവബോധം കൊടുക്കുകയും ചെയ്യാം. വിവിധ വീടുകളിൽ നിന്ന് പൊതിച്ചോറ് ശേഖരിച്ച് മെഡിക്കൽ കോളേജിലും മറ്റുമായി ഭക്ഷണം എത്തിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. അതിലൊരു പങ്കാളി കൂടിയാകാം. അതുവഴി പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ച് അർഹിക്കുന്നവർക്ക് നൽകാം. സഹായം ആവശ്യമുള്ള എന്നാൽ ആരോരും അറിയാതെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടെന്ന് തോന്നിക്കുമെങ്കിലും അവരുടെ യഥാർത്ഥ അവസ്ഥ അതായിരിക്കില്ല. എന്നാൽ മറ്റുള്ളവരുടെ അടുത്തുപോയി സഹായം ചോദിക്കാൻ മടിയുള്ളവരായിരിക്കും അവർ. അവരുടെ സ്വകാര്യതയും മാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി വേണ്ടത് ചെയ്യാം.
അറിവുകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാം. നിങ്ങൾ വർഷങ്ങളായി നേടിയെടുത്തിട്ടുള്ള അറിവുകൾ, അത് ചിലപ്പോൾ പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോഴ്സിൽ നിന്നുള്ളതാകാം. അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും കൂടപ്പിറപ്പുകളുമൊക്കെയായി പങ്കുവെക്കണം. അതും നല്ലൊരു ചാരിറ്റി തന്നെയാണ്. അതുപോലെ അർഹിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷൻ എടുത്തു കൊടുക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അവരെ സഹായിക്കുകയോ ചെയ്യാം. കൂടാതെ വൃത്തിയില്ലാതെയോ ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതുസ്ഥലങ്ങൾ നിങ്ങൾക്ക് വൃത്തിയാക്കാം. കാട് പിടിച്ചു കിടക്കുന്ന പാർക്കുകളും മറ്റും മനോഹരമാക്കാം. നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ കുറച്ച് പേരുണ്ടെങ്കിൽ ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നവീനമായ രീതിയിലുള്ള പരിഹാരം കൊണ്ടുവരാൻ സാധിക്കും. അതും നല്ലൊരു ചാരിറ്റി പ്രവർത്തനമാണ്. ഇത്തരത്തിൽ നിരവധി ആശയങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത് അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എപ്പോഴും ഓർക്കേണ്ടത് അർഹിക്കുന്ന ആളുകളിലേക്ക് മാത്രം നമ്മുടെ സഹായം എത്തുന്നതെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. ഇനി ചാരിറ്റി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ചാരിറ്റി ചെയ്യുമ്പോൾ നാം ഓർക്കേണ്ട 3 കാര്യങ്ങളാണ്. പല അതിസമ്പന്നരും ചാരിറ്റിക്ക് വേണ്ടി വലിയ തുക ചെലവഴിക്കുന്നത് കേൾക്കുമ്പോൾ എന്തിനാണ് ഇവർ ഇത്രയും കൊടുക്കുന്നതെന്ന് നാം ചിന്തിക്കാറുണ്ട്. നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു അതിൻ്റെ 10 മടങ്ങായി തിരിച്ചു കിട്ടും. രണ്ടാമതായി, ചാരിറ്റിയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നമ്മുടെ പണം അത് അർഹിക്കുന്ന കരങ്ങളിലേക്ക് തന്നെ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. മൂന്നാമതായി, മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിലൊരു സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്. അതുപോലെ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള ബോധ്യത്തിൽ നിന്ന് സ്നേഹത്തോടെ ചെയ്യേണ്ട ഒന്നാണ് ഈ കാര്യം. ചാരിറ്റി എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ചാരിറ്റി ഗോളുകൾ സെറ്റ് ചെയ്യണം. അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തന്നെ ഞാൻ കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.